അതിനെന്താ? ഹലോ ഗൈസ്, പിന്നെ സുഖല്ലേ? ഇന്നപ്പോൾ ഞങ്ങളെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള മൂഡിൽ നിൽക്കാട്ടാ. നേരെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. നമ്മുടെ അമ്മ പിന്നെ പണ്ടേ ഫ്രൈഡ് ചിക്കൻ വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റ് ചെയ്യുന്നുണ്ടാ. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ്റെ പൗഡർ ഇട്ടാ. അത് കഴിഞ്ഞ് നമ്മുടെ മന്തിയുടെ ക്ലോസ് ഫ്രണ്ട് മയോണൈസ് ഇട്ടാ. മയോണൈസ് ഇല്ലാണ്ട് വേറെ കളിയില്ലല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് തോട പെപ്പർ വേണ്ട. ഇപ്പോൾ ചെറിയ പേര് പെപ്പർ എടുത്തോ. അത് കഴിഞ്ഞ് അച്ചാറുണ്ടാട്ടാ. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻ വേണ്ട രണ്ട് ഐറ്റംസ് കൊണ്ടിട്ടാ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കോൺഫ്ലവറും. ഇങ്ങനെയുള്ള പ്രോസസ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇനി കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ പൗഡർ പൊട്ടിച്ചിട്ടാ പ്ലേറ്റിലേക്ക്. അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. എന്നിട്ട് നമ്മുടെ മാഗ്നേറ്റ് വെച്ച് ചിക്കനില്ലേ, അതിൽ 2 ടേബിൾ സ്പൂൺ പെപ്പർ ഇട്ടാൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ എഗ്ഗ് ഇട്ടിരുന്നില്ലേ, അത് കഴിഞ്ഞ് നമ്മുടെ പൗഡറിൽ ചിക്കനെ ഡിപ്പ് ചെയ്യാട്ടാ. നല്ല ഇതിൽ ഡിപ്പ് ചെയ്യുക, നല്ല ഇതിൽ കോട്ടിങ് സെറ്റ് ചെയ്യാട്ടാ. ഇങ്ങോട്ട് നമ്മുടെ ഫൈനൽ പ്രോസസ്സ്. ഇനി വലിയ പണിയൊന്നുമില്ല, ഈസി പരിപാടി ആയിട്ടത്. സുഖമായിട്ട് വീട്ടിൽ സെറ്റ് ചെയ്യുക. ഓയിൽ ചൂടാക്കുക, നേരെ ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ അമ്മ അത് ഇടയ്ക്ക് സെറ്റ് ചെയ്യുന്നവരുടെ ഇവിടെ വീട്ടിൽ. നമുക്ക് ഫ്രൈഡ് ചിക്കൻ പുറത്ത് പോയി കഴിക്കേണ്ട വരാറില്ലേ. വലിയ കുഴപ്പമില്ല കേസ്, നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ. നമുക്ക് ഹോം മെയ്ഡ് സാധനമല്ലേ, അടിപൊളി സാധനം. ആൾക്ക് എപ്പോഴും ഇഷ്ടമാട്ടാ കഴിക്കുന്നതൊക്കെ. അപ്പം ശരി, കാണാം.